ഞാൻ ആദ്യം കേട്ട കഥ എന്താണ് എന്നെനിക്ക് ഓർമ്മയില്ല. കാരണം ഓർമ്മ വയ്ക്കുന്നതിന് മുൻപാവണം ഞാൻ ആദ്യത്തെ കഥ കേട്ടത്. എങ്കിലും എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്, എവിടെയോ ഒരു കിളി എവിടെയോ കൂടുകൂട്ടിയതിനെക്കുറിച്ച് ഉള്ള കഥകളായിരിക്കണം. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചോറ് ഉരുള ഉരുട്ടി കൊടുക്കുമ്പോൾ ഇത് കാക്കയ്ക്കുള്ള ഉരുള, ഇത് തത്തയ്ക്കുള്ള ഉരുള, ഇത് കുരുവിക്കുള്ള ഉരുള എന്ന് പറഞ്ഞാണല്ലോ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്. ആ കഥകൾ ഞാനും കേട്ടിട്ടുണ്ടാവണം. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക സാഹിത്യ കൃതികളിലൊന്നായി അംഗീകരിക്കപ്പെട്ട വേദശബ്ദ രത്നാകരം ഞാൻ സമർപ്പിച്ചിട്ടുള്ളത് കഥകളെ ഓർത്തുകൊണ്ടാണ്. എനിക്ക് മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന പിതാമഹിക്കും എനിക്ക് ബൈബിൾ കഥകൾ പറഞ്ഞു തന്ന മാതാമഹിക്കും വേണ്ടി ബലിയിടുന്ന ബാലനായിട്ടാണ് ഞാൻ ആ സമർപ്പണത്തിൽ എന്നെ തന്നെ കാണുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ എന്നല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏത് ജനതയുടെയും സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ഘടകം കഥകളാണ്. കവിതയാണ് ആദ്യം ഉണ്ടാകുന്നത് വരരൂപത്തിലെന്നൊക്കെ പറയാമെങ്കിലും വായ്മൊഴി വഴക്കത്തിൽ ആദ്യം ഉണ്ടാകുന്നത് കഥ തന്നെയാണ്. കൊച്ചുകുട്ടികൾക്ക് തിരിച്ചറിയാൻ പാകമാകുന്ന പ്രായത്തിൽ കാരണവന്മാർ കഥകൾ, അവർ കേട്ടിട്ടുള്ള കഥകളും അവർ മെനഞ്ഞെടുക്കുന്ന കഥകളും അവർ ചുറ്റും കാണുന്ന സംഗതികൾ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നതുമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ കഥകളിൽ നിന്നാണ് ഈസോപ്പ് കഥകൾ ഉണ്ടാകുന്നത്, യേശുക്രിസ്തുവിൻ്റെ ഉപമകൾ ഉണ്ടാകുന്നത്, നമ്മുടെ ഭാഗവതം ഉൾപ്പെടെയുള്ള പുരാണങ്ങളിലുള്ള അനേകം ഉപകഥകൾ ഉണ്ടാകുന്നത്. ഈ കഥകളാണ് സംസ്കാരത്തിൻ്റെ ജീവൻ. ഈ കഥകൾക്ക് ഇന്ന് വംശനാശം ഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും, ഒന്നുകൂടെ ചോദിച്ചാൽ ഇല്ല എന്നും പറയാം. കാരണം ഇപ്പോഴും നാട്ടിൻപുറങ്ങളിൽ ആധുനിക സംസ്കാരത്തിൻ്റെ ആക്രമണത്തിന് ഇരയാകാത്ത വിഭാഗങ്ങൾക്കിടയിൽ ഈ ചൊൽക്കഥകൾ വളരെയേറെ പ്രചാരത്തിലുണ്ട്. ആധുനിക ജീവിതത്തിൻ്റെ മുഖമുദ്രയായ മത്സരത്തിലേക്കും സമയമില്ലാത്ത അടിയന്തരാവസ്ഥയിലേക്കും പോയിട്ടുള്ള വിഭാഗങ്ങളിൽ ഒരുപക്ഷെ കഥ കുറയുന്നുണ്ടാകാം. അവർക്ക് കേൾക്കാൻ കഴിയുന്നത് കൃത്രിമ കഥകൾ മാത്രമാകാം. ഏതായാലും DC ചൊൽക്കഥകളുടെ ലോകത്തിലേക്ക് പുതിയ തലമുറയെ കൂടെ വിളിച്ചു കൊണ്ടുപോകുവാൻ ഇതുപോലെ ഉദാത്തമായ, ശ്രേഷ്ഠമായ, കുലീനമായ ഒരു പരിശ്രമത്തിൽ ഏർപ്പെട്ടത് ഏറ്റവും ഉചിതമായൊരു സംഗതിയാണ് എന്ന് മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരും കേരളീയ സംസ്കാരത്തെ സ്നേഹിക്കുന്നവരും മനുഷ്യജാതിയെ സ്നേഹിക്കുന്നവരും ഒത്തൊരുമിച്ച് പറയും എന്നാണ് എൻ്റെ വിശ്വാസം.